ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആണ്. രാവിലെ പള്ളിയിൽ പോകണം. അതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വരുമ്പോൾ നമ്മൾ ലേറ്റ് ആവും. സോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ ഹാമും എഗ്ഗും ഒക്കെ വെച്ചൊരു സാൻഡ്വിച്ച് ആണ്. കാണിച്ചു തരാം. ഇതാണ് ഹാം. പോർക്കിന്റെ സ്ലൈസ് ആയിട്ടുള്ള ഒരു പീസാണ്. ഇത് സ്മോക്കി ഹാമാണ്. അതിനധികം സമയമൊന്നും വേണ്ട വേവിക്കാനായിട്ട്. ഒത്തിരി ബട്ടറിൽ അങ്ങോട്ട് ഇട്ടാൽ മതി. ഇത് നമ്മൾ ബ്രെഡിനകത്ത് വെക്കുന്ന ഒരു പീസാണ്. ഇതൊരു ഹണി ഫ്ലേവറും കൂടെ എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതൊരു ഹണി ഫ്ലേവർ, അതുകൊണ്ട് ഇത്തിരി ടേസ്റ്റ് കൂടുതലാണ്, നല്ലതാണ്. ആ സമയത്ത് നമുക്ക് 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെക്കാം. ഒരിത്തിരി ഉപ്പും കുരുമുളകും ഉപ്പറും കൂടി ഇട്ട് കഴിഞ്ഞാൽ മുട്ടയുടെ കാര്യത്തിൽ തീരുമാനമായി. കുറച്ച് അവക്കാഡോ എടുത്തതിൻ്റെ ബാക്കി ഇരുന്നതാണ്. അവക്കാഡോ അങ്ങോട്ട് നമ്മൾ സ്പ്രെഡായിട്ട് തേക്കും. ബട്ടർ തേട്ടില്ല, പകരം അവക്കാഡോയാണ് വെട്ടുന്നത്. നമ്മൾ ഈ അവക്കാഡോ അങ്ങോട്ട് അകത്ത് പുരട്ടി നല്ല സ്പ്രെഡ് ചെയ്യും. ഇതിൻ്റെ അകത്ത് അത് തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു കുക്കുംബർ പിക്കിൾ ചെയ്തതാണ്. ഇത് ഞാൻ പിക്കിൾ ഇട്ടതല്ല, ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. നമുക്ക് ഇതുപോലെ ഇവിടെ കുക്കുംബർ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇത് നമ്മൾ ഈ കുക്കുംബർ ഇങ്ങനെ വെക്കും. എത്ര കുക്കുംബർ വേണം മനസ്സിന്? ഓക്കെ, കുക്കുംബർ വെക്കും. പിന്നെ വേണ്ട നമ്മുടെ ഹാം ഇങ്ങനെ വെക്കും. ചീരയുടെ ഇലയാണ്, അതായത് നമുക്ക് വെറുതെ കടിച്ചു തിന്നാൻ പറ്റുന്ന ഇവിടുത്തെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചീര ഇലയാണ്. സ്പിനാഷ് 1, 2. ടൊമാറ്റോയും കൂടെ നമ്മൾ സ്ലൈസായിട്ട് മുറിച്ച് അതിൽ വെക്കും. അതിൻ്റെ പുറത്ത് മുട്ട വയ്ക്കുന്നു. ചുമ്മാ ഈസി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പുട്ടും ഇഡലിയും എല്ലാം, ഇടിയപ്പം ഇതൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഇതാണ്. ഞങ്ങളിത് പുട്ടും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കും, പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ ഹെൽത്തിയാണ്. ഇതിലിപ്പോൾ എന്തെങ്കിലും കണ്ടോ, പ്രോട്ടീൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ബാക്കി ഫൈബർ ഉണ്ട്. അടിപൊളി. ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്കിങ്ങനെ ഈ പൊട്ടി വരുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചത്. ബോണിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പൊട്ടുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഇങ്ങനെ പൊരിച്ചിങ്ങനെ വെച്ചതാണ്. ഇതാണ് മഴയുള്ളൊരു ബ്രെഡ് കൂടെ വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ച് പോലെ ആവും. പക്ഷെ വേണ്ടെന്നല്ലേ പറഞ്ഞു ബ്രെഡ്. നമ്മൾ അധികം കാർബ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഒറ്റ ബ്രെഡിൽ നമ്മളങ്ങ് നിർത്തിയേക്കോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമ്മളൊരു കോഫിയോ ചായ, എന്താ വേണ്ടേ? കോഫി വേണോ ചായ വേണോ? ചായ. ഓക്കെ. ചായ ഇടുന്നതും ഭയങ്കര ഈസി ആയിട്ടാണ്. ചായ അതുപോലെ തന്നെ ടീ ബാഗ് ഉണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള ടീ ബാഗ്. കടുപ്പം വേണമെങ്കിൽ 2 എണ്ണം ഇടണം, കടുപ്പക്കുറവാണെങ്കിൽ 1 മതി. അങ്ങനെ ടീ ബാഗ് ഇടുന്നു നമ്മൾ. എന്നിട്ട് കുറച്ച് ഇത് തിളച്ച വെള്ളം, ഇതിൽ കിറ്റിൽ തിളച്ച വെള്ളം ഒഴിക്കും. നമ്മളത് ഇങ്ങനെ
തേയിലയിലും വെള്ളം ഒഴിച്ചു വെക്കുവാണ്. തേയില ബാഗ്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് പാലൊഴിക്കും. ഇത് ഈ തേയില അവിടെ കിടന്ന് തേയില ഇറങ്ങണം. വേണമെങ്കിൽ അതിനകത്തോട്ട് പഞ്ചസാര ഇടും. ഞാനങ്ങനെ പഞ്ചസാര ഇടാറില്ല. ഉണിക്ക് പഞ്ചസാര വേണോ? ഓക്കെ, പഞ്ചസാര ഇടും. കുറച്ച് നേരം എടുക്കും അതിനകത്ത് തേയില ബാഗിൽ നിന്ന് ഇങ്ങനെ തേയില ഇറങ്ങണം. അങ്ങനെ ഇട്ടേക്കും. സോ ചായ റെഡി. അപ്പം നമ്മളങ്ങനെ തിളപ്പിക്കേണ്ട. കുറച്ച് നേരം നോക്കിക്കണേ. ഞാൻ അങ്ങനെ ചായ ഇട്ട് കുടിക്കാറുണ്ട്. എനിക്കങ്ങനെ കുടിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഏലക്കയും ഒക്കെ ഇട്ട് ചായ തിളപ്പിച്ച് കുടിക്കും. ഓഫ് കോഴ്സ് അതിന് തന്നെ ആയിരിക്കും ടേസ്റ്റ് കൂടുതൽ. പക്ഷെ നമ്മുടെ ഈസി ജോബുകൾ ഇങ്ങനെയാണ്. അതായത് ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെയാണ് ചായ ഇടുന്നത്, കോഫി ഇടുന്നതൊക്കെ. എങ്ങനെയുണ്ട് ബേബി? താങ്ക് യു. ഏഞ്ചൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഇതാണ് ഏഞ്ചലൂട്ടി. ബ്രേക്ക്ഫാസ്റ്റ് വേണോ? നീ കഴിച്ചല്ലോ നിന്റെ ഫുഡ്. ഞാൻ ഒരു മീൻകറി വെക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ കുറച്ച് പച്ച തക്കാളി പറിക്കാൻ വന്നതാണ്. പച്ചത്തക്കാളി ഇവിടെയുണ്ട്, ഗ്രീൻ ഹൗസിലും ഉണ്ട്. അപ്പം നമുക്ക് ഗ്രീൻ ഹൗസിലെ പച്ചത്തക്കാളി പറിക്കാം. എനിക്ക് പച്ച തക്കാളി ഇട്ട് മീൻകറി വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മുരിങ്ങയ്ക്കയും കൂടെ വേണമായിരുന്നു, പക്ഷെ നമ്മുടെ മുരിങ്ങയ്ക്കയില്ല. സോ പച്ച തക്കാളി ഇട്ട് മീൻകറി വയ്ക്കാം. ഈ ഗ്രീൻ ഹൗസിനാകുമ്പോൾ ഭയങ്കര ചൂടാണ്. ഇപ്പം പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല ചൂടാണ്. അപ്പം നമ്മളിങ്ങനെ ഈ ഡോർ എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആക്കിയിടണം. ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കിളിയൊക്കെ അകത്ത് കയറി തക്കാളി തിന്നു എനിക്കൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ ഓപ്പൺ ആക്കിയിടത്തുള്ളൂ. എന്നാലും ഇതിനകത്ത് നല്ല വായുസഞ്ചാരം വേണം. മുകളിലൊരു വിൻഡോ ഉണ്ട്, അത് കുറച്ച് ഓപ്പൺ ആണ്. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് കറിവേപ്പില പറിക്കണം. കറിവേപ്പില ഇത്തവണ കുറച്ചേ ഉള്ളൂ. നമുക്ക് മീൻകറിയിലിടാൻ ഒരു തണ്ട് മതിയാവും. പിന്നെ എനിക്ക് കുറച്ച് പച്ചമുളക് വേണം. പച്ചമുളക് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പഴുത്തൊക്കെ വരെ നിൽക്കുന്നത്. പഴുത്തതൊക്കെ ഇനിയിപ്പോൾ ഞാൻ വിത്തിനൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുക. കേട്ടോ, നല്ല പഴുത്ത് കുറേ ഉണ്ട്. 2 പച്ചമുളകുമായി. അപ്പം പിന്നെ പോയി മീൻകറി വയ്ക്കാം. കൊച്ചുള്ളിയായി നിൽക്കുവാണ്. കൊച്ചുള്ളി വിത്ത് കാടാണ് ആക്ച്വലി. കൊച്ചുള്ളി നമുക്ക് മീൻകറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളി ആക്ച്വലി പറഞ്ഞ് മേളി വന്ന് നിൽക്കുമായിരുന്നു. കണ്ടോ കൊച്ചുള്ളി? ഇങ്ങനത്തെ അടുപ്പിൽ നമ്മൾ ഇങ്ങനെ ഒരു വട്ടം വെച്ചിട്ടാണ് നമ്മൾ ചൂടാക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയൊക്കെ പൊട്ടുവാണെന്ന് കേട്ടോ. ഞാനിപ്പം ഡൗട്ട് അടിക്കുന്നത് ഈ വലിയ അടുപ്പിൽ വെക്കണോ ചെറിയ അടുപ്പിൽ വെക്കണോ എന്നുള്ളതാണ്. ചെറിയ അടുപ്പിൽ വെക്കാം. കണ്ടോ, ഇങ്ങനെ ഡയറക്റ്റ് ഈ ചൂട് കൂടുതലായതുകൊണ്ട് ചട്ടി പൊട്ടുമെന്നാ പറയുന്നത്. എന്തായാലും വെച്ച് നോക്കുവാണ്. ആദ്യമായിട്ടുള്ള പരീക്ഷണമാണ്. എങ്ങനെയാവും അറിയില്ല. ഈ വളയം ഇങ്ങനെ വരുമ്പം ആ ചട്ടിയോട് ഡയറക്റ്റ് ചൂട് വരുന്നില്ലല്ലോ. നോക്കാം. ഇങ്ങനെ കഴുകിയെടുക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടാണ് അത് ഇങ്ങനത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്. നമ്മൾ കടയിൽ ഓടിപ്പോയി ഉള്ളി മേടിക്കുകയോ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ ഇതുപോലെ ഉള്ളിയൊക്കെ കിട്ടുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. സമ്മറിൽ മാത്രമേ ഇതൊക്കെ സാധിക്കത്തുള്ളൂ കേട്ടോ.
ഇതിൻ്റെ ഒരൊറ്റ ഉള്ളി നട്ടപ്പം ആണ് ഇതിൻ്റെ ഒരു തണ്ടിൽ നിന്ന് ഇത്രയും ഉണ്ടായത്. അപ്പം അടുത്ത വർഷത്തേക്കും കുറച്ച് ഞാൻ എടുത്ത് വെക്കണം. ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് അത് ഞങ്ങൾ സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് കണ്ടോ, ഭയങ്കര ചെറിയ ഒരു ഇടിക്കല്ലാണ്. പക്ഷെ ചെറുതാണോന്ന് വിചാരിക്കണ്ടോ, നല്ല പവർഫുള്ളാണ്. പക്ഷേ ഈ ഇടിക്കല്ല് കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ എന്ന്. പക്ഷെ അടിപൊളിയായിട്ട് കണ്ടോ, നന്നായിട്ട് ക്രഷ് ആവും. പൊടികളായാലും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പക്ഷെ നിങ്ങള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ്. നാട്ടിൽ നിന്ന് മമ്മി തവണ പൊടിച്ച് തന്നു വിട്ട പൊടികളാണ്. നമ്മളിവിടെ തീരുന്ന വരെ യൂസ് ചെയ്യും. തീർന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇവിടുന്ന് മേടിക്കും. സാൽമൺ മീൻ അധികം വേവില്ല, പെട്ടെന്ന് വേവാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസിയാണ് വെക്കാനായിട്ട്. എൻ്റെ ഒരു ഇതിൽ അത് ഒരു ചൂടടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല, എന്നാലും മറ്റു മീനുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും വേവില്ല. പക്ഷെ എനിക്ക് മീൻകറി വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മീനാണ്. ഭയങ്കര ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തു. ഈ ഫിഷ് സത്യം പറഞ്ഞാൽ നമുക്കിവിടെ ഉപ്പും കുരുമുളകും ജസ്റ്റ് സീസണിങ് ഒക്കെ കൂട്ടിയാണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ട്രൈ നടത്തിയപ്പോൾ ഇതില് ഈ സ്പൈസ് ഒക്കെ പിടിച്ചപ്പോൾ, അതെ, നമ്മുടെ ആ ഒരു കൂട്ട് പിടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ഞങ്ങള് പപ്പയും അമ്മയും വന്നപ്പോൾ ഈ മീൻകറി വെച്ചായിരുന്നു. അവർക്കും ഇഷ്ടപ്പെട്ടു. അവരും പറഞ്ഞു ഈ മീന് കറി വെച്ച് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. മീനധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തക്കാളിയും കൂടെ തന്നെ ഇടുവാണ്. പച്ചത്തക്കാളി, കാരണം അധികം വേവില്ലല്ലോ. ഈ പച്ചത്തക്കാളി മുരിങ്ങയ്ക്കൊക്കെ ഇട്ട മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും വീട്ടിലെ ഒരു ചെറിയ ഓർമ്മ വരുന്നുണ്ട്. ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാം തിളച്ച് മറിയുന്നുണ്ട്. ഞാൻ ഇച്ചിരി കുറച്ച് വെച്ചേക്കാം, ലോയിലോട്ട് വെച്ചേക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം വേവൊന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അധികം വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടില്ലേ? ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കാര്യം മീൻകറി ഒന്നും എപ്പോഴും വെക്കത്തില്ല. മാത്രമല്ല ചട്ടിയിലൊക്കെ മീൻകറി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു എത്തറ്റിക് ഫീലൊക്കെ ആണല്ലോ. ഭയങ്കര ഒരു ഹോംലി ഫീലൊക്കെ ആണല്ലോ. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇൻസ്റ്റയിലൊക്കെ സ്റ്റോർ ഇടാനൊക്കെ ആയിട്ട്. എനിക്ക് ചോറുണ്ണാൻ അങ്ങോട്ട് വയ്യ, ചോറുണ്ടോളാൻ വയ്യ. എന്നാണ് നല്ല കുത്തരി ചോറൊക്കെ ഉണ്ട്. അപ്പം ചോറൊക്കെ എടുക്കട്ടെ. മീൻകറിയുടെ അഭിപ്രായം പറയണം കേട്ടോ. ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയണേ. കാണുമ്പോ അടിപൊളിയാ. ശരിയാ, ഞാൻ ഇവിടെ ഫോട്ടോസ് എടുക്കുന്നതിന്റെ ബഹളമായിരുന്നു. പച്ചത്തക്കാളി കണ്ടോ,
മുരിങ്ങയ്ക്ക ഇല്ലാത്തോണ്ട് മുരിങ്ങയ്ക്ക ഇട്ടില്ല. ഇപ്പൊ നമുക്കത് ചോറിന് മെഴുക്കുവരട്ടിയുണ്ട്, മീൻകറിയുണ്ട്, പിന്നെ സലാഡുണ്ട്. ഇത് ഏത് കളിയായിരിക്കും കണ്ട് വിളിക്കുന്നല്ലേ? നാട്ടില് മറ്റേ ചകോരാതി, ഉപ്പൻ ഓരോന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പം മഴ പെയ്യുമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും മോശമെന്നൊക്കെ പറയും. പക്ഷെ ഇത് എന്ത് കളിയാ നമുക്കറിയാം. ഇവിടെ ചകോരാതി ഉപ്പനൊന്നും ഇല്ലല്ലോ. എങ്ങനെയുണ്ട് മീൻകറി? കളോ? പച്ചത്തക്കാളി സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. ഇതിൽ പരമിനി ഒന്നും വേണ്ട. പൊക്കോളും അങ്ങനെ പോയിരുന്ന് കഴിച്ചോളൂ. അപ്പൊ ഞാൻ വേഗം ചോറെടുക്കട്ടെ.